AQIയും ഭവാനയിൽ 476 AQIയും രേഖപ്പെടുത്തി. വായുമലിനീകരണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രീമിയറിനിടെ ഉണ്ടായ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ചിക്കടപ്പള്ളി പോലീസാണ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, വിശദാംശങ്ങൾ. വൃന്ദ, പുഷ്പ 2 റിലീസിനിടെ യുവതി മരിച്ച സംഭവത്തിലാണ് അല്ലു അർജുന് ഒരു കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നത്. നടനെതിരെ മറ്റൊരു കേസും കൂടി ഇപ്പോൾ തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഈ പുഷ്പ 2 എന്ന സിനിമയിൽ പോലീസിനെ അനാദരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതിന്റെ പേരിൽ കോൺഗ്രസ് നേതാവായ തിന്മാർ മല്ലണ്ണയാണ് മറ്റൊരു കേസും കൂടി അല്ലു അർജുനെതിരെ നൽകിയിട്ടുള്ളത്. ഈ യുവതി മരിച്ച മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് 11 മണിയോടെ അല്ലു അർജുൻ ചിറ്റലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നേടാനായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇടക്കാല ജാമ്യാവസ്ഥ റദ്ദാക്കാൻ വേണ്ടിയുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന ഭാഗമായാണ് അല്ലു അർജുന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ചിറ്റലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ അല്ലു അർജുനൊരു ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള ഒരു കാരണമായി ഇന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് രേഖപ്പെടുന്ന മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യം കാണുന്നുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട് അല്ലു അർജുന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള ഒരു മുന്നൊരുക്കം കൂടി സർക്കാർ നോക്കുന്നുണ്ട്. ഇന്ന് 11 മണിയോടെ അല്ലു അർജുൻ ചിറ്റലപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അല്ലു അർജുനെ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ താരത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊരു കേസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 5 മുതൽ 10 വർഷം വരെ തടവിട്ടാവുന്ന ഒരു കേസാണ്. അതുപോലെ തന്നെ ഈ സാഹചര്യത്തിലാണ് അല്ലു അർജുനെതിരെ വീണ്ടും ഒരു ആരോപണമായി കോൺഗ്രസ് നേതാവ് കൂടി വന്നിട്ടുള്ളത്. സിനിമയിൽ പുഷ്പ 2 എന്ന സിനിമയിൽ പോലീസിനെ അനാദരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ഇത് മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ തിന്മാർ മല്ലണ്ണ ഒരു പരാതി നൽകിയിട്ടുള്ളത്. മോഡിപ്പള്ളി പോലീസ് സ്റ്റേഷനിലാണ് അല്ലു അർജുൻ വീണ്ടും ഒരു കേസും കൂടി പോലീസ് ചാർത്തി കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ അല്ലു അർജുന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ഈ കേസിൽ ഒരു നിർണായകമാകും. അല്ലു അർജുൻ ഇടക്കാല ജാമ്യം റദ്ദാക്കാനുള്ള പോലീസിന്റെ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു പദ്ധതി കൂടിയാകാം ഇന്നത്തെ മൊഴി. എന്തായാലും ഈ മൊഴിയിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ഇനി ഒരു അടുത്ത ചോദ്യം. ഭദ്ര. ശരി രാജേഷ്. തലയ്ക്ക് മുകളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് വരെ ട്രാക്കിൽ തല ഉയർത്താതെ കിടന്ന് ഒരു അത്ഭുത രക്ഷപ്പെടൽ. കണ്ണൂർ പതയൻപാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഒരാൾ ട്രാക്കിൽ കമിഴ്ന്ന് കിടക്കുന്നതും അയാൾക്ക് മുകളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നതും ട്രെയിൻ കടന്നുപോയ ശേഷം എഴുന്നേറ്റ് കൂളായി നടന്നു പോകുന്നതുമാണ് ദൃശ്യങ്ങളിൽ.